പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ CK ജോസഫ് സാറിൽ നിന്നുള്ള സംഭാഷണമാണ് ആത്മാവിന്റെ വെളിപ്പെടുത്തലായി കേട്ടുകൊണ്ടിരുന്നത്. ഈ ആഴ്ചയും നമ്മൾ അതിന്റെ തുടർച്ചയായ ആത്മവെളിപ്പെടുത്തലുകൾ കേൾക്കാൻ ഒരുങ്ങുന്നു. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്ക് പതിവുള്ളതുപോലെ നായ്ക്കമ്പറമ്പിലച്ഛന് നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയോടെ ആരംഭിക്കാം. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4:4. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ, നമുക്ക് സമാധാനം നൽകുവാൻ, നമ്മളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ യേശുനാഥൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ദുഃഖവും അസമാധാനവും നീങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഈ ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിന്റെ പുതിയ ഒരു അഭിഷേകം ലഭിക്കുവാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും കരുണയും ആത്മനിയന്ത്രണവും എല്ലാം ആഴപ്പെടുവാനും വളരുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗുഡ്നസ് ടിവിയുടെ മേൽ, ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരുടെ മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. പാപക്ഷമ നൽകണമേ, പാപക്ഷമ നൽകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും വിടുതലും നൽകണമേ, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രാർത്ഥനാ വരം നൽകണമേ, പ്രാർത്ഥനാ വരം നൽകണമേ, മധ്യസ്ഥ പ്രാർത്ഥനാ വരം നൽകണമേ, മധ്യസ്ഥ പ്രാർത്ഥനാ വരം നൽകണമേ, ശുശ്രൂഷാ വരങ്ങൾ നൽകണമേ, ശുശ്രൂഷാ വരങ്ങൾ നൽകണമേ. യേശുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപാവരങ്ങൾ, ഉൾക്കാഴ്ചകൾ, ജ്ഞാനം നൽകണമേ, യേശുവേ നന്ദി, യേശുവേ നന്ദി. രോഗപീഠകൾ ഞങ്ങളെ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വേദനകൾ, ദുഃഖങ്ങൾ, മനോഭാരങ്ങൾ വിട്ടുമാറട്ടെ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാവരെയും കഴുകണമേ, ഹല്ലേലൂയ. തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി ഞങ്ങളെയും കുടുംബത്തെയും അനുദിന വ്യാപാരങ്ങളെയും ശുശ്രൂഷകളെയും തിരുരക്ത കോട്ട കെട്ടി സംരക്ഷിക്കണമേ, യേശുവേ നന്ദി. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നായ്ക്കമ്പറമ്പിലച്ഛന്റെ പ്രവർത്തന വഴികളിൽ കൂടെയുണ്ടായിരുന്ന നായ്ക്കമ്പറമ്പിലച്ഛൻ CK എന്ന് വിളിക്കുന്ന പ്രൊഫസർ ജോസഫ് എന്നും ബ്രദർ ജോസഫ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് വിഭാഗത്തിലും മലയാളം വിഭാഗത്തിലും വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് സാറിനെയാണ്. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് CK ജോസഫ്. കൊടുങ്ങല്ലൂര് കോട്ടപ്പുറത്താണ് എന്റെ താമസം. കോട്ടപ്പുറം രൂപതയിലെ കോട്ടപ്പുറം കത്തീഡ്രൽ ഇടവകാംഗമാണ്. ഭാര്യ റിട്ടയർ ചെയ്ത ഒരു AEO ആണ്. ഞങ്ങൾക്ക് ദൈവം ദാനമായി 3 മക്കളെയും നൽകിയിട്ടുണ്ട്. സാറിനെ ഈ പോട്ട ഡിവൈൻ മേഖലയിലൊക്കെ വന്ന് ധ്യാനിച്ചു പോയവർക്ക് അറിയാം കൃത്യമായി. പക്ഷെ എന്നാലും ഈ ആത്മാവിന്റെ വെളിപ്പെടുത്തലിലൂടെ പുതിയ ശ്രോതാക്കളെയും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഡിവൈനിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സാർ എടുക്കുന്ന വിഷയങ്ങൾ എന്താണ്? ആ വിഷയത്തിലേക്ക് ശ്രദ്ധ വരാൻ കാരണം എന്താണ്? ഏത് വിഷയമാണ് സാറിനെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഏതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഏൽപ്പിക്കുന്നത്? ആ വിഷയത്തെ സംബന്ധിച്ചൊന്ന് പറയാം. മലയാളത്തില് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വിഷയങ്ങളും ഞാനിവിടെ കൊല്ലങ്ങളായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേക വിഷയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ
ആരംഭത്തിൽ 90കളില് ഇവിടെ അൽമായരായ പ്രഘോഷകരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് അൽമായ പ്രീച്ചർ ഞാനായിരുന്നു. അപ്പൊ അന്ന് പനക്കലച്ഛനും ഞങ്ങൾ രണ്ടുപേരാണ് പ്രീച്ചേഴ്സുണ്ടായിരുന്നത്. നായിക്കമ്പറമ്പിലച്ഛൻ ഉണ്ടെങ്കിലും പലപ്പോഴും അച്ഛൻ പുറത്തേക്കുള്ള ശുശ്രൂഷയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളും എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പാപത്തിന്റെ പശ്ചാത്താപം ശക്തമായിട്ട്. കാരണം ഇങ്ങനെ ഒരു വരം കിട്ടിയ പോലെയാണ് കുംഭസാരം. വളരെ നന്നായിട്ട് അവർ ക്ലാസ് എടുക്കും. പിന്നെ യേശു രക്ഷകൻ, കാരണം എന്റെ ഹീലിംഗ് അതാണ്. ജോസ് സാറിന് ഹീലിംഗ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ല. യേശു ഏകരക്ഷകൻ എന്നുള്ളത് എന്റെ ഒരു മാസ്റ്റർ പീസ് ക്ലാസ്സാണ്. അതിന്റെ കാരണം ഞാൻ ആ രക്ഷ വ്യക്തിപരമായിട്ട് പൂർണ്ണമായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. പാപത്തിന്റെ മേഖലയും രോഗത്തിന്റെ മേഖലയിലും. നവീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് 20 വർഷത്തോളമായി അപസ്മാര രോഗത്തിന്റെ അടിമയായിരുന്നു ഞാൻ. എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ തുടങ്ങിയ അപസ്മാര രോഗം 26ാമത്തെ വയസ്സ് വരെയും എന്നെ ഗ്രസിച്ചിരുന്നു. രാത്രികളിൽ അതിഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ഉണ്ടാവും. ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ച കേസായിരുന്നു. ന്യൂറോളജിസ്റ്റൊക്കെ ഉപേക്ഷിച്ചു. മറ്റൊരു രോഗം അത്രയും തന്നെ വർഷങ്ങളുണ്ടായിരുന്നാണ് രക്തം കണ്ടാല് ബോധം കെട്ട് വീഴുക, അലർജി. അതിന് മനഃശാസ്ത്രജ്ഞന്മാരെ ചികിത്സിച്ചിട്ടുണ്ട്. കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. മൂന്നാമതൊരു രോഗം ഏകദേശം 20 കൊല്ലമൊക്കെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നത്, ഡീസൽ ഉപയോഗിച്ചോടുന്ന ഒരു വാഹനത്തിലും എനിക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല. ഡീസലിന്റെ സ്മെല്ല് എനിക്ക് അലർജിയായിരുന്നു. ഛർദിച്ച് ബോധം കിട്ടുക. അങ്ങനെ ഈ 3 മാറാ രോഗങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ജീവിതത്തെക്കുറിച്ചൊരു അസ്വസ്ഥത, മടുപ്പും നിരാശയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നവീകരണ ധ്യാനത്തിലേക്ക് 77 കടന്നു വരുന്നത്. 1976 കടന്നു വരുന്നു. നവീകരണ ധ്യാനം എന്ന് പറയുമ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ കടന്നു വരുന്നു. ആ ധ്യാനം കൂടിയ ശേഷം ഇപ്പോ 38 കൊല്ലത്തോളമായിട്ട് പിന്നീട് ഈ വാരത്തിലുള്ള ഒരു രോഗവും എന്നെ എനിക്കുണ്ടായിട്ടില്ല. പിന്നീട് അതിനുവേണ്ടി ഒരു മരുന്നും 38 കൊല്ലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ രോഗങ്ങളാണ്? അപസ്മാര രോഗം 20 കൊല്ലം. പ്രൈസ് ദി ലോർഡ്. അത്രയും തന്നെ വർഷം പഴക്കമുള്ളതാണ് രക്തത്തോടുള്ള അലർജി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഡീസലിന്റെ മണം എനിക്ക് അലർജി ആയിരുന്നു, ഛർദിക്കുമായിരുന്നു. ജോസഫ് സാറിന് ഇതെല്ലാം സൗഖ്യപ്പെട്ടു. നമുക്ക് ഇതൊന്നും ഉണ്ടായില്ല. ദൈവം നമ്മളോട് വേറൊരു തരത്തിൽ കരുണ കാണിച്ചു. ജോസഫ് സാർ സാക്ഷിയായി മാറി. അനേക സ്ഥലങ്ങളിൽ ലോകം മുഴുവനും തന്നെ ചെന്ന് ഈ സാക്ഷ്യ സന്ദേശം നൽകിയിട്ടുണ്ട്. അത് ടിവിയിലൂടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാർ ഈ അച്ഛന്റെ ഒപ്പമുള്ള ഈ ലോകയാത്രയൊക്കെ ഉണ്ടല്ലോ, സുവിശേഷ യാത്ര, അവിടെയും ഈ ഡിവൈനിൽ കൈകാര്യം ചെയ്യുന്ന അതേ കാര്യങ്ങൾക്ക് തന്നെയാണോ അതോ സാക്ഷ്യമാണോ? എന്താണ് അച്ഛനോടൊപ്പമുള്ള പ്രഘോഷണത്തിൽ പറയുന്നത്? ഇപ്പോ 1993 3 മാസം നീണ്ട അമേരിക്കൻ, മെക്സിക്കൻ ഞങ്ങൾ സുവിശേഷ വേല പോയത് അച്ഛന്റെ കൂടെ. അവിടെ സാക്ഷ്യവും ഉണ്ടായിരുന്നു, ക്ലാസുകളും ഉണ്ടായിരുന്നു. സാറിനെ കുറിച്ച് കേൾക്കുന്നത് ഇപ്പൊ ക്ലാസുകളുടെയോ സാക്ഷ്യമോ മാത്രമല്ല, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കൌൺസിലിംഗിന്റെ ആകമാന ഉത്തരവാദിത്തമുള്ള ഒരാളായിരുന്നു എന്നറിയാം. അങ്ങനെയെങ്കിൽ കൌൺസിലിംഗുമായി ബന്ധപ്പെട്ട് ധ്യാനത്തിലെ വ്യതിയാനത്തെ കുറിച്ചൊന്ന് പറയാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ആരംഭം മുതൽ തന്നെ 90 മുതൽ ബഹുമാനപ്പെട്ട പനക്കലച്ഛൻ കൌൺസിലിംഗിന്റെ ഇൻചാർജായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു. ആ 21 വർഷത്തോളം, ഏകദേശം 20-21 വർഷത്തോളം തുടർന്നുകൊണ്ടായാല് എനിക്ക് വളരെ സംതൃപ്തിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു അത്. പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ എനിക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ ക്ലാസ്, മിക്കവാറും മറ്റു ഭാഷകളിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഹിന്ദിയിൽ അവിടെ ഹിന്ദി സ്റ്റേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദിയിലല്ല, ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും. 2.5 മണിക്കൂറാണ്, 2 സെഷനായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ചാണ് അത് ക്ലാസ്. അപ്പോ പിന്നെ കൊങ്കിണിയിൽ അവിടെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടി ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെ പല സ്റ്റേജിൽ പോയേണ്ടി വരുമ്പോ എനിക്ക് കൌൺസിലിംഗ് ചിലപ്പോൾ മുഴുവൻ സമയം അതിനോട് ടൈം കിട്ടാതെ അങ്ങനെയാണ് മാറിയത്. പക്ഷെ കൌൺസിലിംഗില് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് കൌൺസിലിംഗ് നടത്തുമായിരുന്നു. അതെന്റെ പ്രീച്ചിങ്ങിന് ഒരുപാട് സഹായിക്കുമായിരുന്നു. കാരണം സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ താഴെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഒരു ക്ഷമ വേണം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട്. മുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ അവർ കേൾക്കാനുള്ളൊരു നല്ല മനസ്സ്. ഒരുപാട് എന്റെ
വ്യക്തിപരമായ ജീവിതത്തിലെ ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് കൌൺസിലിംഗ് സഹായിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഒരു വിഖ്യാതമായ ഒരു പ്രസ്താവം ഉണ്ടല്ലോ, നോ കൌൺസിലിംഗ് ബിഫോർ പ്രീച്ചിങ് എന്നുള്ള സംഭവം. അപ്പൊ അതുമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്, താഴെ വന്ന ആളുകളോട് കൌൺസിലിംഗ് നടത്തുമ്പോഴാണ് ദുരിതം. അപ്പൊ ആ കൌൺസിലിംഗിനെ സെക്കൻഡറി ആയി കണ്ട് പ്രസംഗത്തെ മുഖ്യമായി കാണുന്ന ഒരു രീതിയാണ് അച്ഛനുള്ളത്. ആ നോ കൌൺസിലിംഗ് ബിഫോർ പ്രീച്ചിങ് എന്നുള്ള പ്രസ്താവവും ഇന്ന് തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് സംസാരിക്കാമോ? ആദ്യമായിട്ട് ജോസഫ് സാറ് ഈ വിഷയങ്ങൾ സാക്ഷ്യം പറയുന്ന അവസരത്തിൽ എനിക്കിങ്ങനെ ഒരു ഉറക്കം വരുന്ന പോലെ തോന്നൽ വന്നു. പെട്ടെന്ന് ഞാൻ കണ്ണടച്ച് എന്താണെന്ന് ശ്രമിക്കുകയായിരുന്നു. എപ്പിലെപ്സി രോഗമുള്ള 6 പേരെ ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് ഒരു സന്ദേശം നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ദൈവം രോഗപീഠകൾക്കോ കഷ്ടതകൾക്കോ വിധേയപ്പെടുത്തിയിട്ട് വചനം നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ സാക്ഷികളാക്കി മാറ്റുമ്പോൾ തന്നെ ദൈവം നമ്മിലൂടെ അനേകരിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഇപ്പോ അനുഭവപ്പെട്ടതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാനങ്ങ് പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാക്ഷ്യം. അച്ഛൻ ചോദിച്ച ചോദ്യം, നോ കൌൺസിലിംഗ് ബിഫോർ പ്രീച്ചിങ് ദ വേർഡ്. ഇത് പോട്ടയില് പ്രതിദിന ധ്യാനം തുടങ്ങുന്ന കാലത്ത് കർത്താവ് നൽകിയൊരു സന്ദേശമാണ്. എന്നാൽ ജോസഫ് സാറ് ശുശ്രൂഷ ചെയ്യുന്നത് 5 ദിവസം താമസിച്ചുള്ള ധ്യാനം. അവിടെ ധാരാളം ജനങ്ങൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ കൌൺസിലിംഗ് ആവശ്യമാണ്. എങ്കിലും അന്ന് നൽകിയ സന്ദേശം പരിശുദ്ധാത്മാവിന്റേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഓർക്കുക, നമ്മൾ വരുമ്പോഴേ കൌൺസിലിംഗ് കൊടുക്കുന്നില്ല. ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ് തൊട്ട് രാത്രി 9 വരെ ധ്യാനമൊക്കെ കൂടി തിങ്കളാഴ്ച ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പിന്നെ പശ്ചാത്താപത്തെക്കുറിച്ചും എല്ലാം കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ചൊവ്വാഴ്ച കുമ്പസാരമെന്ന കൂദാശയിലൂടെ പാപമോചനം, അതോടൊപ്പമുള്ള പൈശാചിക പീഡകളിൽ നിന്നുള്ള ഡെലിവറൻസ്, പിന്നെ അതോടൊപ്പമുള്ള ഒരു നല്ല അളവിലുള്ള ആന്തരിക സൗഖ്യം, ഇതെല്ലാം കുമ്പസാരമെന്ന കൂദാശയിലൂടെ ജനത്തിന് പകർന്നു കൊടുത്ത് ബുധനാഴ്ചയാകുമ്പോൾ ഇന്നർ ഹീലിംഗിനെ കുറിച്ചും ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ടോക്ക് കൊടുത്ത് അതിനുശേഷമാണ് കൌൺസിലിംഗ് കൊടുക്കുന്നത്. അപ്പൊ രണ്ടും പൊരുത്തപ്പെട്ടു പോകും. കോട്ടയില് പ്രതിദിന ധ്യാനം തുടങ്ങിയപ്പോൾ നൽകിയ സന്ദേശവും ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് കൌൺസിലിംഗ് കൊടുക്കുന്ന രീതിയും ദൈവപരിപാലനയിൽ ഒന്നിച്ചു പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാക്കമ്പറമ്പിൽ അച്ഛനോടൊപ്പമുള്ള ദീർഘകാല പ്രഘോഷണ വഴിയിൽ അച്ഛനിലൂടെ ഈ നോക്കി നിൽക്കുമ്പോൾ കണ്ട വിധം ഏറ്റവും മഹത്തായ ഒരു അത്ഭുതമോ മാനസാന്തരമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർമ്മയിൽ വരുന്നത് ഒന്ന് പങ്കുവെക്കാമോ? അമേരിക്കയിലെ ഞാൻ ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞല്ലോ, 93 പോയപ്പോൾ അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. പക്ഷേ ഞങ്ങള് മെക്സിക്കോയിൽ ആയിരുന്നപ്പോൾ അവിടെ ടെക്സ്കോക്കോ സിറ്റിയില് ഹോഴ്സ് റേസ് സ്റ്റേഡിയത്തിൽ നടന്ന കൺവെൻഷനില് ഒരുപാട് തളർവാദ രോഗികളെ അവിടെ കൊണ്ടുവന്നു, സ്ട്രെച്ചറിൽ കൊണ്ടുവന്നു, ആംബുലൻസിലായിട്ട് കൊണ്ടുവന്നതായിട്ട് ഓർക്കുന്നുണ്ട്. ഏതാണ്ട് 2000 പേരാണ് കുതിരയെ കെട്ടുന്ന സ്ഥലം ഒരു താൽക്കാലിക റിട്രീറ്റ് ഹോളാക്കി മാറ്റി അവിടെയാണ് നടത്തുന്നത് ധ്യാനം. അവിടെ വെച്ച് ആ ശുശ്രൂഷയുടെ സമയത്ത് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തളർവാദ രോഗികൾ അനേകര്, എനിക്കൊന്ന് 10 പേരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട വല്യൂരാനച്ചൻ ക്ഷമയെക്കുറിച്ച് നല്ലൊരു ടോക്ക് കൊടുത്ത് ഓർക്കുന്നുണ്ട്. ക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ക്ഷമിക്കുന്ന സ്നേഹം. അത് കഴിഞ്ഞ് ആരാധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈശോ തന്നെയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരം മാറും. അതിനകത്ത് പ്രത്യേക സ്പെഷ്യൽ കോഴ്സും ക്ലാസും വേണ്ട. ജീവൻ തന്നെയായ യേശുവിന്റെ ആ സാന്നിധ്യം വരുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ അനന്ത കരുണ കൊണ്ടും എല്ലാം ഞങ്ങളുടെയൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കാനും എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കാനും വാരിക്കോരി ചൊരിയുന്ന രോഗശാന്തി അഭിഷേകമുണ്ടായി. അതില് ആദ്യം ഏതാനും തളർവാദ രോഗികളുടെ വീൽ ചെയറിലൊക്കെ വന്നവരുടെ, പിന്നെ കൂനിയായ ഒരു സ്ത്രീയുടെ കൂനി നിവർന്ന്, ഇങ്ങനൊരു മേജർ മിറക്കിൾസ് എന്ന് പറയാവുന്ന ഏതാനും ഒന്നും സംഭവിച്ചു. പിന്നെ ഞൊടിയുടെ കൊണ്ട് എല്ലാവർക്കും രോഗശാന്തി, സന്തോഷം,
പരിശുദ്ധാത്മാവിന്റെ അനുഭവം, എല്ലാവരും തുള്ളിച്ചാടുന്ന അനുഭവം, അത് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാക്ഷ്യമാണ് ഞങ്ങൾക്കും. പിന്നെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ആ വിഷയവും അതിന് തുല്യമായ മേഖലകളിലും കർത്താവ് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന് നമ്മുടെ വിശ്വാസം ഉണരുന്നു, പ്രത്യാശ ഉണരുന്നു, നന്ദിയും സ്തുതിയും നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും വരാൻ തുടങ്ങുന്നു. അതിനാൽ നമ്മൾ ഔദാര്യത്തോടെ യാതൊരു ലോഭം കൂടാതെ കർത്താവിനെ സ്തുതിക്കാനായിട്ട് അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒന്ന് കൈകൾ ഉയർത്തി സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആയിരക്കണക്കിന് രോഗികളെ ദുഃഖിതരെ ബന്ധിതരെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ യോഗ്യതയാലല്ല, യേശുവിന്റെ അനന്ത യോഗ്യതയാൽ. ഹല്ലേലൂയ. രോഗശാന്തി, ആന്തരിക സൗഖ്യം, പരിശുദ്ധാത്മ നിറവ്, ദൈവസ്നേഹാനുഭവം, പ്രേക്ഷിത ശക്തി, പ്രേക്ഷിത ഉൾക്കാഴ്ച, പ്രേക്ഷിത ജ്ഞാനം, ഇതെല്ലാം നൽകണമേ. ഹല്ലേലൂയ. ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെയും അനേകായിരം പേരെ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഒരുക്കണമേ. ഈ സമയം അവിടുത്തെ പരിശുദ്ധകരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ നൽകണമേ. യേശുവേ നന്ദി. ബന്ധനങ്ങളെ വിട്ടുപോവുക. ദുശീലങ്ങളെ, ദുസ്തഴക്കങ്ങളെ, കുറ്റം വിധികളെ, വെറുപ്പ്, വിദ്വേഷം, വാശി, പിണക്കം, ഇവയെല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ധ്യാനമായിരുന്നു മെക്സിക്കോയിലെ ധ്യാനം. ഞങ്ങൾ പോയിടത്തെല്ലാം അനുഗ്രഹ വർഷം വാരിക്കോരിച്ചൊരിഞ്ഞു. ഞങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിക്കുന്നു, അത് സ്പാനിഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നു. അനുഗ്രഹം വാരിക്കോരി വർഷിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സാറിനെ അച്ഛന്റെ വിശാല മനസ്സിനെ കുറിച്ചും എന്താണ് ഒരു വാക്ക് സാർ ഉപയോഗിച്ചില്ല, പരിഗണനയുള്ള ഒരാൾ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി, സാറിൽ സിദ്ധികൾ പലതുണ്ട്, രോഗശാന്തിയുണ്ട്, പ്രഘോഷണപരമുണ്ട്, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു. അച്ഛന്റെ ഒപ്പം എത്തിയ ശേഷമാണോ ഈ രോഗശാന്തിപരമൊക്കെ പ്രകടമായത്, അതോ അതിനു മുമ്പും അച്ഛൻ പുരോഹിതനാകുന്നതിന് മുമ്പും പ്രഘോഷണ മേഖലയിലുള്ള ആളാണല്ലോ ജോസഫ് സാർ, അച്ഛനോടൊപ്പം എത്തിയ ശേഷമാണോ ഈ രോഗശാന്തിയൊക്കെ പ്രകടമായത്, അതോ അതിനു മുമ്പും അങ്ങനെയുള്ള എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നുള്ളതാണ്. ധ്യാനിപ്പിക്കാൻ ആദ്യം തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അത് ഒരനുഭവം പങ്കുവെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദൈവജനത്തിന് വേണ്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തില് കുറുപ്പുംപറമ്പിൽ ഞാൻ അച്ഛന്റെ കൂടെ കുറച്ചുനാൾ ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു. ജോസഫ് കുറുപ്പുംപറമ്പിൽ അച്ഛൻ കുര്യച്ചിറ പള്ളിയിൽ അവിടെ ധ്യാനം നടത്തുകയായിരുന്നു അച്ഛന്റെ കൂടെ. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനമായിരുന്നത്, 5 ദിവസത്തെ ധ്യാനം. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പൂനോളിൽ PC അച്ഛൻ അവിടെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹമാണ് ഈ ചെറുപ്പക്കാരുടെ ധ്യാനം കൺവീൻ ചെയ്തത്. ധ്യാനത്തിന്റെ 5ാമത്തെ ദിവസം ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഏറ്റവും പുറകിൽ അവിടെ ഇരിപ്പുണ്ട്, മതിലും ചാരി ഇരിപ്പുണ്ട്. അപ്പോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത്. ഈ വചനം ഞാൻ ഉദ്ധരിച്ചിട്ടൊരു 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു വലിയ അത്ഭുതം, ഈ കുര്യാക്കോസ് അച്ഛൻ അവിടെ മതിലുമ ചാനിക്കുന്നയാള് 2 കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട്. അച്ഛന്റെ കണ്ണിന് ഇങ്ങനെ വയ്യെ തുള്ളി ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എനിക്ക് മനസ്സിലായി ദൈവം എന്തോ അവിടെ ചെയ്യുന്നുണ്ടെന്ന്.
ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിച്ചെന്നു. അച്ഛൻ മുറിയിലേക്ക് പോയി. ഞാൻ ചെന്ന് ചോദിച്ചു, എന്തൊക്കെ സംഭവിച്ചല്ലോ അവിടെ? ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. താൻ കണ്ടോ? ഞാൻ കണ്ടു. കൈയൊക്കെ പൊക്കാനുണ്ടായല്ലോ, കണ്ണീന്നൊക്കെ കണ്ടോക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകുന്നേരം പറഞ്ഞാൽ മതി വരാം. അപ്പൊ പിന്നീടാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് അൾസർ ഉണ്ടായിരുന്നു, ഭയങ്കരമായ അൾസർ ഉണ്ടായിരുന്നു, പൈൽസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പലപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷേ ആ വചനപ്രഘോഷണ സമയത്ത് വളരെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വചനപ്രഘോഷം, ഒരൊറ്റ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായ സൗഖ്യവും വിടുതലും ലഭിച്ചെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം സാക്ഷ്യം പറയുന്നുണ്ടത്. അപ്പൊ കുര്യാക്കോസച്ചന്റെ ധ്യാനഗുരുവാണ്. കുര്യാക്കോസച്ചൻ ഇപ്പോൾ UK ശുശ്രൂഷ ചെയ്യുന്നു. CK ജോസഫ് സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വരദാനങ്ങൾ അനവധിയാണ്. പൈശാചിക പീഡകൾക്ക് അടിമപ്പെട്ടവര് പ്രാർത്ഥിക്കുമ്പോൾ ഡെലിവറൻസ് കിട്ടുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. അത് എല്ലാ ദാനങ്ങളും വിലപ്പെട്ട ദാനങ്ങളാണ്. എന്നാലും നമ്മൾ കണ്ടതും കേട്ടതും പറയുമ്പോൾ ശ്രോതാക്കളായ പ്രേക്ഷകരായ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ വർഷിക്കുവാൻ കൂടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയാണിതെന്ന് ഒരു ഓർമ്മിപ്പിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴെല്ലാം 1 കൊരിന്ത്യർ 14:1 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം, എന്നാൽ ആധ്യാത്മിക വരദാനങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എല്ലാവരിലുപരി പ്രവചന വരത്തിന് എന്ന് പറഞ്ഞാൽ വചന പ്രഘോഷണ വരം എന്ന് പറയാമെങ്കിൽ എല്ലാവരിലുപരി പ്രവചന വരത്തിനായി പ്രാർത്ഥിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കരുണയുടെ കർത്താവേ, പ്രേക്ഷകരായ അനേകരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനവരങ്ങളും ശക്തി ശുശ്രൂഷകളും അവിടുന്ന് നൽകണമെന്നും ഇപ്പോൾ വചനം പങ്കുവെക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഓരോരുത്തരും അവരുടേതിന്റെ അനേകമടങ്ങായിട്ടുള്ള വരദാന സമൃദ്ധി കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും ആഗോള സഭയ്ക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. വളരെ വർഷങ്ങളായി സുവിശേഷ മേഖലയിൽ ഉണ്ടായിരുന്ന ജോസഫ് സാറിന്റെ ജീവിതാനുഭവവും പ്രസംഗ വഴികളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഈ ശുശ്രൂഷയിലെ അവസാന ഭാഗമായ ആരാധനയിലൂടെ ദൈവം കരുതിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കും പ്രവേശിക്കാം. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവമെന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, ഒന്നോ രണ്ടോ പേർക്ക് അനുഗ്രഹം കൊടുക്കാനല്ല ദൈവം ഈ ശുശ്രൂഷ നൽകിയിരിക്കുന്നത്. നമ്മളെല്ലാവരും, ഞങ്ങളും നിങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞുള്ള കാര്യമാണ്. സഭയുടെ ചരിത്രത്തിൽ തന്നെ 50,000 പേരുടെ കൺവെൻഷൻ, അതിൽ കൂടുതൽ പേരുടെ 5 ദിവസത്തെ കൺവെൻഷൻ, കാലത്തൊട്ട് വൈകുന്നേരം വരെയുള്ള കൺവെൻഷൻ നടത്താൻ നമുക്ക് അനുഗ്രഹം നൽകി. അത്രയും പേര് വരണമെങ്കിൽ കാരണം എന്താണ്? ആയിരക്കണക്കിന് ആൾക്കാർക്ക് കർത്താവ് 10,000 ആൾക്കാർക്ക്, അല്ലെങ്കിൽ വരുന്നവർക്കെല്ലാം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകുന്നു. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ പൊള്ളലേറ്റ ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ നിന്ന് ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഒരു സ്ത്രീ ശരീരത്തിലാകമാനം പൊള്ളലേറ്റ് കൈയും കാലും മടക്കാനോ നിവൃത്തിയാക്കാനോ പറ്റാത്ത ഒരാൾ ഇവിടെ വന്ന് മലയാളം വിഭാഗത്തിൽ മുറിയിൽ താമസിച്ച് ധ്യാനം കൂടി. പോകുന്നതിന് മുമ്പ് സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. സൗഖ്യം പ്രാപിച്ചു. അത് ഒരു മലയാളി ഡോക്ടറിനെ സ്പർശിക്കുകയുണ്ടായി. അവിശ്വാസിയായിട്ട് വന്ന, അമേരിക്കയിൽ നിന്ന് വന്ന അദ്ദേഹം പിന്നീട് കുറെ കാലം നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ആ മലയാളി ഡോക്ടർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ലോകത്തോട് മുഴുവനുള്ള ഒരു സന്ദേശമാണ്. ഒരാൾക്ക് ഒരത്ഭുതം കൊടുക്കുക 10,000-നും 50,000-നും കൊടുക്കാനുള്ള കർത്താവിന്റെ അഭീഷ്ടം വെളിപ്പെടുത്തലാണ്.
അതുകൊണ്ടാണ് സാക്ഷ്യം പറയണമെന്ന് നമ്മളോട് വചനത്തിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുന്നെങ്കിൽ സ്വർഗത്തിലുള്ള പിതാവിന്റെ മുമ്പിൽ അന്നേരം തന്നെ നിങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞ് പുതിയ കൃപകള്, പുതിയ അനുഗ്രഹങ്ങള് നിങ്ങൾക്ക് നൽകും. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, യൂറിനറി ബ്ലോക്ക് ഇവയുള്ള 21 പേരെ കർത്താവ് തൊടുന്നു. വിദേശത്ത് ജയിലിൽ കഴിയുന്ന ഒരാളെ കർത്താവ് മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈയിടെ ഏതാനും നാളുകൾക്ക് മുമ്പില് സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ ഫോൺ വിളിച്ചു. വാഹനം ഓടിച്ചപ്പോൾ വന്ന എന്തോ തെറ്റ് കണ്ട് അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപ തുല്യം വരുന്ന പൈസ കൊടുക്കണം. അതിന് പുള്ളിയുടെ പൈസയില്ല. ആ സമയത്ത് എന്നെ പണ്ട് സൗദിയിൽ പോയ ഒരാള് ഫോൺ വിളിച്ചു. അദ്ദേഹം റാന്നിയിൽ നിന്നുള്ള സഹോദരനായിരുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ജയിലിൽ കഴിയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഉടനെ സൗദി അറേബ്യയിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് അദ്ദേഹം ഫോൺ വിളിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 5 ലക്ഷം രൂപ പിടിച്ച് അദ്ദേഹം കൊടുത്തു. സ്വതന്ത്രനായി ഇപ്പോൾ കേരളത്തിലുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ വിദേശത്ത് ജയിലിൽ കഴിയുന്ന ഒരാളെ ഈശോ മോചിപ്പിക്കുന്നു. നല്ല മനുഷ്യര് സഹായിച്ച് അവരെ മോചിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നടക്കാൻ ബുദ്ധിമുട്ട്, കാൽമുട്ടിന് വേദന, കാലിന്റെ കണ്ണയ്ക്ക് വേദന, 32 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പറയാത്ത അനേകം രോഗങ്ങള്, ബന്ധനങ്ങള്, തകർച്ചകള് കർത്താവ് ഏറ്റെടുക്കുന്നു. കാരണം നമ്മൾ കർത്താവിന്റെ സ്വന്തമാണ്. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, പേഴ്സണൽ ഗോഡ്. നമ്മള് അന്യരല്ല. ദൈവത്തിന്റെ സ്വന്തം, ദൈവം നമ്മുടെ സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷ നേരം 2 കൈകളും ഉയർത്തി നമുക്ക് ചുറ്റുമുള്ള ആയിരങ്ങളെയും 10,000ങ്ങളെയും രോഗികള്, ആശുപത്രി രോഗികള്, മാനസിക രോഗികള്, മന്ദബുദ്ധികള്, ജയിലറകളിൽ കഴിയുന്നവര്, ആയിരങ്ങളെയും 10,000ങ്ങളെയും ഒന്ന് സ്പർശിക്കുക. സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, പരിശുദ്ധാത്മ നിറവ് കൊടുക്കണമേ, ഒരു പുതിയ ജീവിതം കൊടുക്കണമേ. അവര് ഇപ്പോഴത്തെ ദുരവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവമെന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, ഇപ്പോൾ ഈ ആരാധനയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച കാണും വരെ ദൈവം നമുക്കിടയിൽ പ്രവർത്തിക്കട്ടെ. നന്ദി. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവമെന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, മേഘപാളികൾക്കുമപ്പുറം